നമസ്കാരം. നോക്കാം ഇന്നത്തെ പ്രധാന 10 വാർത്തകൾ. കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി ആരോഗ്യമന്ത്രി വീണ ജോർജ്. സംസ്ഥാനത്തിന്റെ ആവശ്യങ്ങൾ കേന്ദ്രമന്ത്രിയെ അറിയിച്ചുവെന്ന് വീണ. വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് കേന്ദ്രമന്ത്രിയിൽ നിന്നുണ്ടായത്. ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങളടക്കം 4 കാര്യങ്ങൾ ചർച്ച ചെയ്തുവെന്നും ആശമാരുടെ പ്രശ്നങ്ങളും കേന്ദ്രമന്ത്രിയെ അറിയിച്ചുവെന്നും മന്ത്രി. ഇൻസെന്റീവ് കൂട്ടുന്ന കാര്യവും കുടിശ്ശികയുടെ കാര്യവും പരിഗണിക്കാമെന്ന് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകി. എയിംസ് വിഷയവും സൂചിപ്പിച്ചുവെന്നും വീണ ജോർജ്. എമ്പുരാൻ സിനിമയിൽ 17 അല്ല 24 വെട്ടുകൾ. റീ എഡിറ്റ് ചെയ്ത ചിത്രത്തിലെ നന്ദിക്കാടിൽ സുരേഷ് ഗോപിയെ ഒഴിവാക്കി. സ്ത്രീവിരുദ്ധ സീനുകൾ ഒഴിവാക്കി. മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ കടന്നുപോകുന്ന സീൻ വെട്ടി നീക്കി. ഒപ്പം തന്നെ NIA എന്ന് പരാമർശിക്കുന്ന സീൻ നീക്കം ചെയ്തു. പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബജ്രംഗി എന്നത് മാറ്റി ബൽദേവ് എന്നാക്കി. അതേസമയം തെറ്റുകൾ തിരുത്തുക എന്നത് ഞങ്ങളുടെ ചുമതലയെന്നും പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ. മോഹൻലാൽ പൃഥ്വിരാജ് ചിത്രം എമ്പുരാന്റെ പ്രദർശനം തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഹർജി നൽകിയ BJP നേതാവിനെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പാർട്ടി അച്ചടക്കം ലംഘിച്ചുവെന്ന് കാണിച്ചാണ് ജില്ലാ കമ്മിറ്റി അംഗം VV വിജീഷിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്. അതേസമയം ചിത്രത്തിന്റെ പ്രദർശനം തടയാതെ ഹൈക്കോടതി. MBA പരീക്ഷയുടെ ഉത്തരക്കടലാസുകൾ നഷ്ടമായ സംഭവത്തിൽ വീണ്ടും പരീക്ഷ നടത്താൻ കേരള സർവകലാശാല. ഏപ്രിൽ 7-ന് പുനഃപരീക്ഷ. അന്ന് വരാൻ അസൗകര്യമുള്ളവർക്ക് 22-ന് വീണ്ടും അവസരം. മൂല്യനിർണ്ണയം ക്യാമ്പിൽ നടത്തും. 3 ദിവസത്തിനകം ഫലപ്രഖ്യാപനം. ഉത്തരക്കടലാസ് നഷ്ടപ്പെടുത്തിയ അധ്യാപകനെ പരീക്ഷാ ജോലികളിൽ നിന്ന് ഡീബാർ ചെയ്യും. വിദ്യാർത്ഥികൾ കടുത്ത പ്രതിഷേധത്തിൽ. തിരുവനന്തപുരം പാളയം യൂണിവേഴ്സിറ്റി കോളേജ് ഹോസ്റ്റലിൽ എക്സൈസ് നടത്തിയ പരിശോധനയിൽ 20 ഗ്രാം കഞ്ചാവ് പിടികൂടി. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു മിന്നൽ പരിശോധനയുമായി എക്സൈസ് എത്തിയത്. കോളേജ് ഹോസ്റ്റലിലെ 15 മുറികൾ പരിശോധിച്ചു. ആളില്ലാത്ത മുറിയിൽ നിന്നാണ് കഞ്ചാവ് പിടികൂടിയത് എന്ന് വിശദീകരണം. കഞ്ചാവ് പിടികൂടിയ ഹോസ്റ്റൽ കേരള സർവകലാശാലയുടേതല്ലെന്ന് VC. കഞ്ചാവ് പിടികൂടിയ സംഭവത്തിൽ SFIക്ക് ബന്ധമില്ലെന്ന് ജില്ലാ സെക്രട്ടറി. കണ്ണിൽ പൊടിയിടലെന്ന് KSU. ജപ്തിയിൽ മനം നൊന്ത് യുവാവ് ജീവനൊടുക്കി. ആലപ്പുഴ പുന്നപ്രയിലാണ് സംഭവം. പുന്നപ്ര പറവൂർ സ്വദേശി പ്രഭുലാലാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. വീടിനോട് ചേർന്ന ഷെഡിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജപ്തിക്ക് ശേഷം വീടിന്റെ തിണ്ണയിലാണ് യുവാവ് കഴിഞ്ഞിരുന്നത്. നോട്ടീസ് ലഭിച്ചപ്പോൾ തന്നെ വായ്പാ തിരിച്ചടവിന് സമയം നീട്ടി ചോദിച്ചിരുന്നുവെന്നും എന്നാൽ പറഞ്ഞതിലും ഒരാഴ്ച മുൻപെത്തി ബാങ്ക് വീട് ജപ്തി ചെയ്തുവെന്നും പ്രഭുലാലിന്റെ കുടുംബം. വഖഫ് നിയമ ഭേദഗതി ബിൽ നാളെ ലോക്സഭയിൽ. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ബില്ല് സഭയിലെത്തുക. 8 മണിക്കൂർ ചർച്ചയുണ്ടാകും. വഖഫ് ബിൽ ചർച്ചയിൽ CPM MPമാർ പങ്കെടുക്കില്ല. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള 3 MPമാർ മധുരയിൽ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് കൊണ്ട് പങ്കെടുക്കാൻ സാധിക്കില്ല എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഗുജറാത്തിലെ പടക്ക നിർമ്മാണശാലയിലുണ്ടായ വൻ സ്ഫോടനത്തിൽ 17 തൊഴിലാളികൾ മരിച്ചു. ഗുജറാത്ത് ഡീസയിലെ പടക്ക നിർമ്മാണശാലയിലും ഗോഡൌണിലുമാണ് സ്ഫോടനം. കെട്ടിടത്തിന്റെ സ്ലാബ് തകർന്നതിനെ തുടർന്ന് രക്ഷാപ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടായത് മരണനിരക്ക് ഉയരാൻ കാരണമായി എന്നും വിശദീകരണം. സ്ഥലത്ത് ഇപ്പോഴും രക്ഷാപ്രവർത്തനം തുടരുന്നു. സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമല്ല. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദി സന്ദർശിക്കും. അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷമുള്ള ട്രംപിന്റെ ആദ്യ വിദേശ യാത്രയാണ് ഇത്. അടുത്ത മാസത്തോടെയായിരിക്കും സൗദി സന്ദർശനം എന്നാണ് സൂചനകൾ. സൗദിക്ക് പുറമെ ഖത്തറും UAEയും സന്ദർശിക്കുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സന്ദർശനം അടുത്ത മാസമാകാം, ചിലപ്പോൾ കുറച്ച് വൈകിയേക്കും. ഖത്തറിലേക്കും UAEയിലേക്കും സന്ദർശനം നടത്തുന്നുണ്ട് എന്നും ട്രംപ് സൂചനകൾ നൽകി. IPLൽ ഇന്ന് ലക്നൗ സൂപ്പർ ജെയിൻസ് പഞ്ചാബ് കിങ്സ് സൂപ്പർ പോരാട്ടം. ലക്നൌവിലാണ് മത്സരം. യുവതാരങ്ങൾ അടങ്ങുന്ന ലക്നൌവിനെ നയിക്കുന്നത് ഋഷഭ് പന്തും പഞ്ചാബിനെ നയിക്കുന്നത് ശ്രേയസ് അയ്യരുമാണ്. ആദ്യ മത്സരത്തിൽ ഡൽഹിയോട് 1 റൺസിന് തോറ്റ ലക്നൌ 2ാം മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 5 വിക്കറ്റിന് തോൽപ്പിച്ച് കരുത്ത് തെളിയിച്ചിരുന്നു.